ഹായ് ലിമിയസ് വേൾഡിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സേഫാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സേഫായിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. ബ്രദേഴ്സ് ഉണ്ട്, ഉപ്പയുണ്ട്. അപ്പോൾ വീട്ടിൽ ആരും മിണ്ടാതിരിക്കുന്ന ആൾക്കാരല്ല, എല്ലാവരും ഓരോരോ പണിയിലുണ്ടാവും. എൻ്റെ വലിയ ബ്രദർ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ആൾ കബ്സ ഉണ്ടാക്കുകയാണ്. നല്ല കബ്സ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഇന്ന് ഇക്കയുടെ വക കബ്സയാണ്, ചിക്കൻ കബ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ കബ്സ അതായത് ഇറച്ചിച്ചോറ്, ഒരു ലോക്ക്ഡൌൺ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഫുള്ള് സാധനമൊന്നും കിട്ടിയിട്ടില്ല. ഇതിന് വേണ്ട എങ്ങനെ ഇറങ്ങിയിട്ടായി. അപ്പൊ അതിനൊന്ന് പൂർത്തീകരിക്കണം. അപ്പൊ ഒരു 3 ഉള്ളി അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 തക്കാളി, ഒരു 5 കുരുമുളക്, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 2 കിലോ ചിക്കനാണ് നമ്മൾ കബ്സക്ക് എടുക്കുന്നത്. അതേപോലെ 1 കിലോ അരിയാണ്. അപ്പോൾ അതിന് വേണ്ട കബ്സ മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ്. കാരണം ഇപ്പോൾ പൊടി അങ്ങനെ ഒന്നും വീട്ടിലില്ല. ഈ മസാലക്ക് വേണ്ട പൊടിയൊന്നും ഇല്ല. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പോയിട്ട് വാങ്ങാനും പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വറുത്ത കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, പിന്നെ ലേശം ഉലുവാനും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നെയ്യ് കുറച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, നെയ്യ് എത്ര ഇട്ട്? ഒരു 4 സ്പൂൺ നെയ്യിട്ട്, പിന്നെ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല. ചിക്കൻ 2 കിലോ ചിക്കന് 2 കിലോ ചിക്കനും 1 കിലോ അരിയുമാണ്. അതെയോ? കുക്കറിലാണോ വെക്കുന്നത്? കുക്കറിൽ വെക്കുന്നല്ല, കുക്കറിൽ വിസിലിടാണ്ട് വേറെ ചട്ടി കുറച്ചും കൂടി ഒഴിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഉള്ളി ഇടുകയാണ്, ഇളക്കുകയാണ്. ഇപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല ഉള്ളി വീഴുമ്പോ? ഉപ്പ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കും. ഇതായ സ്ഥിതിക്ക് ഇതിലോട്ട് പച്ചമുളക്, തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് ഇളക്കിയ ശേഷം ഇതിലോട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇടണം. ഇങ്ങനെ ഇതിലോട്ട് ഇടുകയാണ്. പൗഡർ, പിന്നെ കുറച്ച് റെഡ് ചില്ലി, അപ്പോൾ സവാള വഴറ്റിയതോടൊപ്പം തന്നെ നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടിവകകൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കബ്സ പൊടി, പിന്നെ ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം പാകത്തിന് ഉപ്പ് മതിയോ? ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഇത് മസാലക്ക് ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമില്ല. പിന്നീട് ചോറ് അതായത് അരി ഇടുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ചേർത്താലും മതി. മസാല റെഡിയായി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ചിക്കന് ഇടുകയാണ്. ഇപ്പൊ ഇത് വേറെ വേറെ ഒന്നും വഴറ്റിയിട്ടില്ല, എല്ലാം ഒന്നിച്ച് തന്നെ വഴറ്റിയതാണ്. നല്ല നേരം വഴഞ്ഞിട്ടുമുണ്ട്. ഇതിലോട്ട് ചിക്കൻ നമുക്ക് ഇടുകയാണ്. 2 കിലോ ചിക്കനാണ്. ചിക്കന് ഇട്ടതിന് ശേഷം ഒന്ന് മസാലന്റെ കൂടെ ഇളക്കി കൊടുത്ത് ഇതിലോട്ട് ഇപ്പോൾ കറാമ്പും കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുത്തു. ഏലക്ക ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ഏലക്ക പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേവാൻ വെക്കണ്ട, ഇതിനെ വേവാൻ വെക്കുകയാണ്. ഇപ്പൊ ഇതിന് മുകളിലേക്ക് ഇനി ഒന്നും ഇടാനില്ല, വേവും വരെ. കറിവേപ്പിലൊന്നും ഇട്ടില്ലല്ലോ? കറിവേപ്പില കിട്ടാനില്ലല്ലോ. ഓ ശരി. അരക്കപ്പ് വെള്ളം ഒഴിച്ചു. അരക്കപ്പ് വെള്ളം ഒഴിച്ചു.
ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടി ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പ് ഒന്നും കൂടി വേണ്ടതുണ്ട് ചിക്കന്. അപ്പോൾ ലേശം ചിക്കന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് നമ്മളിപ്പോൾ കറിവേപ്പില, മല്ലിയില ഇതൊന്നും ചേർത്തിട്ടില്ല. ഇതൊന്നും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതൊന്നും ലഭ്യമായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളടുത്ത് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഇതൊന്നും ചേർക്കാതെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കബ്സ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്ക് വേവാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വെക്കാൻ വെച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ചിക്കൻ്റെ. ഇനി ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം കഴിഞ്ഞ് ഇനി ഇതിലേക്ക് അരിന്റെ നേരെ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഓക്കെ. അപ്പൊ ഇതിലുള്ള വെള്ളം കൂടി നമ്മൾ ഏകദേശം ഒരു അനുപാതത്തിൽ കുറച്ച് ഒഴിക്കുകയാണ്. ഇറച്ചിന് വെള്ളം ഓൾറെഡി ഇതിലുണ്ട്, അത് കുറച്ചിട്ട് ഒഴിക്കുകയാണ്. പൊതുവേ നമ്മൾ അരിയുടെ നേരെ ഡബിളാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചിട്ടുണ്ട്. കാരണം ചിക്കനിൽ വെള്ളം ഉള്ളത് കൊണ്ട് മാത്രമല്ല, നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ അരിയാണ്. ജീരകശാല റൈസ്, ചെറിയ അരി, ടൈഗർ ബ്രാൻഡിൻ്റെ അരിയാണ്. നല്ല അരിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല മണമുള്ള അരിയാണ്. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഇപ്പോൾ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ല, ഏലക്ക കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇതിലോട്ട് ലെമൺ പിഴിഞ്ഞിട്ടില്ല, ലെമണ് കയ്യിലില്ല. ലെമൺ ഉണ്ടായിരുന്നു, ലെമൺ നമ്മളൊക്കെ സർബത്ത് കുടിച്ച് തീർത്തു. ലെമൺ ഈ സമയത്ത് കൊറോണയെ എതിർക്കാനും നല്ലതാണെന്ന് വെച്ചിട്ട് ലെമണിൻ്റെ ജ്യൂസാക്കി കുടിച്ചുകൊണ്ടേ ഇരുന്നതാണ് നമ്മൾ. അങ്ങനെ അത് തീർന്നു പോയി. ഇതിന് വേണമെന്നൊരു ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടിയിട്ട് വേവാൻ വെക്കാണ്. ഇനി അതിൻ്റെ ശേഷം ഉപ്പെല്ലാം ഒന്ന് ശരി കറക്റ്റ് നോക്കി ഇതാക്കി ഇനി അരി വെന്ത് വരാനുള്ള ടൈമിന് വേണ്ടിയിട്ട് മൂടി വെക്കുകയാണ്. ഇപ്പൊ അരി ഇട്ടിട്ട് കുറച്ച് സമയമായി. അപ്പൊ ഇതിന്റെ അവസ്ഥ ഒന്ന് നോക്കണം. ഇപ്പോൾ തുറന്നിട്ട് ഒന്ന് അരിയൻ വെന്തുകൊണ്ട് വരുന്നുണ്ട്, പാകമായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണം, വിശപ്പ് കൂടി. ഇതൊന്ന് പാകമായിക്കൊണ്ട് വരുന്നുണ്ട്. ഇനിയും കുറച്ച് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ സംഗതി റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഞാൻ നമ്മളെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു മണത്തിനുമായി ഒരു ഗുണത്തിനുമായി ഏലക്ക ഇടാനുണ്ട്, അത് കുറച്ച് മേലെ ഇടാനുണ്ട്. ഏലക്ക ഇനി ഇത് ഇട്ട ശേഷം ആ നെയ്യെല്ലാം ഒന്ന് ഇതായ ശേഷം ഒന്നിനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ഏലക്കൻ്റെ മണം നന്നായി നിൽക്കും. നമ്മളിവിടെ ഏലക്ക ഒരു 8-10 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ ഇട്ടതാണ് ഏലക്ക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെല്ലാം. ഇത്ര ആയ സ്ഥിതിക്ക് റെഡിയായി കഴിഞ്ഞു. റെഡിയായി. ഇതാണ് നമ്മളെ ചോറും ഇറച്ചിയും റെഡിയായി. ടേസ്റ്റ് നോക്കുകയാണ്. സൂപ്പർ. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം, വിളമ്പാം. കാണുമ്പോൾ നല്ല ഇതിലുണ്ട്, എനിക്ക് കഴിച്ചു നോക്കണം.
അപ്പോൾ നല്ല അടിപൊളി കബ്സ ആയിരുന്നു. പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും